ഒരു ബിസിനസ്സിൻ്റെ GST എങ്ങനെയാണ് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മളെ പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10,000 റുപ്പീസിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് 5% ആണ് ടാക്സ് എങ്കിൽ നമ്മൾ ആ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ 10,000 റുപ്പീസ് വിലയും അതിൻ്റെ 5% ടാക്സും അഥവാ GST നമ്മൾ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. 10,000 5% എന്ന് പറയുമ്പോൾ 500 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നത് 10,500 ആണ്. ഈ 10,500 നമ്മൾ കൊടുക്കുമ്പോൾ നാം കൊടുത്ത പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്ത 500 നമ്മളുടെ ഇൻപുട്ട് ടാക്സ് ആണ്. അഥവാ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്ത ടാക്സ് നമ്മളെ ബിസിനസ്സിലെ ഇൻപുട്ട് ടാക്സ് ആണ്. ഇനി നമ്മളെ പ്രോഡക്റ്റ് നാളെ നമ്മളെ കസ്റ്റമർക്ക് വിൽക്കുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്ത വിലയും ടാക്സും ആഡ് ചെയ്യാതെ ടാക്സിനെ നമ്മൾ മാറ്റി വെച്ച് വിൽക്കണം എന്നാണ് നിയമം. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്ത കോസ്റ്റ് 10,000ഉം നമുക്കൊരു 2,000 റുപ്പീസ് പ്രോഫിറ്റ് വേണമെങ്കിൽ 12,000 റുപ്പീസിനായിരിക്കും നമ്മളെ കസ്റ്റമർക്ക് നമ്മളെ പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുക. അപ്പോൾ നമ്മളെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾ 12,000 റുപ്പീസ് വിലയും അതിൻ്റെ ടാക്സ് 5% അഥവാ ഒരു 600 റുപ്പീസ് നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യും. ഈ 600 റുപ്പീസ് നമുക്ക് കസ്റ്റമർ തന്ന ടാക്സ് ആണ്. അതിനെ നമ്മൾ ടെക്നിക്കലി വിളിക്കുന്ന പേര് ഔട്ട്പുട്ട് ടാക്സ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നമ്മളുടെ GST നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് ടാക്സ് മൈനസ് ചെയ്യുക വേണ്ടത്. ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ തന്ന 600ഉം ഇൻപുട്ട് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്ത് മാറ്റിവെച്ച 500ഉമാണ്. ഈ 600ൽ നിന്ന് 500 മൈനസ് ചെയ്താൽ അഥവാ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് കുറച്ച് ബാക്കി 100 റുപ്പീസ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് GST ആയിട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ്സിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് അയാളെ പ്രൊഡക്റ്റ് വാങ്ങി വിൽക്കുന്ന സമയത്ത് GST ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടത്. താങ്ക് യു.